പവിത്ര ബന്ധം, പരിശുദ്ധ സ്വർണം. സാറ ഗോൾഡൻ ഡയമണ്ട്സ്, എടപ്പാൾ. വികസന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ വേഗത കൂടുമെന്ന് ചെയർമാൻ. പൊന്നാനി നഗരസഭ വികസന സെമിനാർ സംഘടിപ്പിച്ചു. പൊന്നാനി നഗരസഭയുടെ വികസന സെമിനാർ പൊന്നാനി മാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. 2024-25 സാമ്പത്തിക വർഷത്തിലെ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പദ്ധതി അവലോകനത്തിനും വേണ്ടിയായിരുന്നു വികസന സെമിനാർ സംഘടിപ്പിച്ചത്. ആഴ്ചകൾക്ക് മുമ്പ് ചേർന്ന വർക്കിംഗ് ഗ്രൂപ്പ് യോഗങ്ങൾക്ക് ശേഷമാണ് വികസന സെമിനാർ സംഘടിപ്പിക്കപ്പെട്ടത്. 17 വർക്കിംഗ് ഗ്രൂപ്പുകളാണ് പൊന്നാനി നഗരസഭയിൽ രൂപീകരിച്ചത്. കൃഷിയും അനുബന്ധ മേഖലയും, മൃഗസംരക്ഷണവും, ക്ഷീരവികസനവും, പ്രാദേശിക സാമ്പത്തിക വികസനം, ദാരിദ്ര്യ ലഘൂകരണം, സാമൂഹ്യനീതി, ജെൻഡർ വികസനവും കുട്ടികളുടെ വികസനവും, പട്ടികജാതി വികസനം, ആരോഗ്യം, വിദ്യാഭ്യാസം, കല, സാംസ്കാരികം, കായികം, യുവജനകാര്യം, പൊതുമരാമത്ത്, ഊർജം, പാർപ്പിടം, കുടിവെള്ളം, പൊതുഭരണവും ധനകാര്യവും, നഗരാസൂത്രണവും, ശുചിത്വം, മാലിന്യ സംസ്കരണം, മത്സ്യബന്ധനം, ജൈവവൈവിധ്യ പരിപാലനം തുടങ്ങിയ 17 മേഖലകളിൽ തിരിച്ചാണ് വർക്കിംഗ് ഗ്രൂപ്പുകളുടെ യോഗം ചേർന്നത്. ഇതിൽ നിന്നും രൂപപ്പെട്ട ചർച്ചകളും വിശകലനങ്ങളുമാണ് അന്തിമഘട്ടമെന്ന രീതിയിൽ വികസന സെമിനാറിൽ എത്തിയത്. വാർഡ് തല യോഗങ്ങൾക്ക് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിനും നടപ്പാക്കുന്നതിനും വേണ്ടിയാണ് വികസന സെമിനാറിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം വ്യക്തമാക്കി. ഇന്ത്യ രാജ്യത്തിന് തന്നെ മാതൃകയാകാവുന്ന തരത്തിൽ കേരളത്തിന്റെ സാമൂഹ്യ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലാകെ തന്നെ, അതിനപ്പുറം അടിസ്ഥാന ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിൽ ഉൾപ്പെടെ സമർത്ഥമായ ഇടപെടലുകളാണ് കഴിഞ്ഞ 25 വർഷക്കാലം കൊണ്ട് നമുക്ക് സാധ്യമായി. എന്നാൽ ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ, പ്രത്യേകിച്ച് കോവിഡാനന്തരം, പ്രളയാനന്തരം കേരളം ഒരു നവകേരള സൃഷ്ടിക്കായിട്ടുള്ള വളരെ ഉറച്ച് മുന്നോട്ട് പോകുന്ന നവകേരള കർമ്മ പദ്ധതിയുമായിട്ടാണ് സംസ്ഥാന സർക്കാർ ഈ ആസൂത്രണ പ്രക്രിയയെ കോർത്തിണത്. ആ ഒരു അർത്ഥത്തിൽ പുതിയ കാലം ആവശ്യപ്പെടുന്നതിനനുസരിച്ച് നമ്മുടെ പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങളെ നോക്കിക്കാണുകയും പുതിയ കാലത്തിന്റെ ഏറ്റവും പ്രധാനമായ വെല്ലുവിളികളിൽ ഒന്നായിട്ടുള്ള അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മ, അതോടൊപ്പം തന്നെ നമുക്കറിയാം വർദ്ധിച്ചു വരുന്ന സീനിയർ സിറ്റിസന്മാരുടെ, വയോജനങ്ങളുടെ ക്ഷേമം മുഖ്യ അജണ്ടയായി ഏറ്റെടുക്കുന്നതിനും ഭിന്നശേഷിക്കാരായിട്ടുള്ള, അതുപോലെ തന്നെ ശിശുക്കളും സ്ത്രീകളും അടങ്ങുന്ന നമ്മുടെ സമൂഹത്തിലെ വ്യത്യസ്തമായിട്ട് പരിഗണന അറിയിക്കുന്നവരുടെ ക്ഷേമം മുൻനിർത്തിക്കൊണ്ടുള്ള പദ്ധതികൾ ഏറ്റെടുക്കാനാണ് ഈ വാർഷിക പദ്ധതികളിൽ ഊന്നൽ നൽകി. കില സീനിയർ അർബൻ ഫെലോ ഡോക്ടർ കെ രാജേഷ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. വികേന്ദ്രീകൃത ആസൂത്രണത്തിന് 27 വർഷം പിന്നിട്ട് കഴിഞ്ഞ ഒരു സംസ്ഥാനമാണ്. അതിൽ ഒരുപാട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് കേരളത്തിലെ വീടില്ലാത്ത ആളുകളുടെ കാര്യമെടുത്താലും, ടോയ്ലറ്റ് നിർമ്മാണത്തിൻ്റെ കാര്യമെടുത്താലും, റോഡുകൾ പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യമെടുത്താലും, ഉൾപ്രദേശങ്ങളിൽ പോലും കുടിവെള്ളവും വൈദ്യുതിയും എത്തിക്കുന്ന കാര്യങ്ങളെടുത്താലും, ദളിത് വിഭാഗങ്ങളിലെയൊക്കെ അവരൊക്കെ തിങ്ങിപ്പാർക്കുന്ന കോളനികളുടെ സ്ഥിതി പരിശോധിച്ചാലും, തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൈമാറിയ സ്ഥാപനങ്ങൾ, അത് സ്കൂളാവട്ടെ, താലൂക്ക് ആശുപത്രികളാവട്ടെ, PHCകളാവട്ടെ, ഇതിൻ്റെയൊക്കെ അവസ്ഥയിൽ വരുത്തിയിട്ടുള്ള മാറ്റത്തിൻ്റെ കാര്യം പരിശോധിച്ചാലും, അങ്ങനെ ജനകീയാസൂത്രണത്തിൻ്റെ തുടക്കത്തെ നമ്മളിപ്പോൾ ഉള്ള അവസ്ഥയുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിൻ്റെ സാമൂഹ്യ വികസന രംഗത്ത് മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും കഴിഞ്ഞ 27 വർഷം ചെയ്ത പ്രവർത്തനങ്ങൾ ചില്ലറയല്ല, അതിൻ്റെ നേട്ടങ്ങൾ ചെറുതല്ല. അജീന ജബ്ബാർ കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ രജീഷ് ഉപ്പാല, ഷീന സുദേശൻ, ഒ ഷംസു, ടി മുഹമ്മദ് ബഷീർ, പ്രതിപക്ഷ നേതാവ് മുഹമ്മദ് ഫർഹാൻ, കൗൺസിലർ അനുപമ മുരളീധരൻ, ഗിരീഷ് കുമാർ, സെക്രട്ടറി സജ്റൂൺ, വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ തുടങ്ങിയവർ വികസന സെമിനാറിൽ സംബന്ധിച്ചു.